ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വക്കീല് സച്ചിയുടെ കയ്യിൽ നിന്നും 5 ലക്ഷം രൂപ തികച്ചും വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് 2 ലക്ഷം രൂപ ചന്ദ്രയ്ക്ക് കൈമാറിയിട്ട് ചന്ദ്രയെ കൊണ്ട് ആ കേസ് പിൻവലിപ്പിക്കുകയാണ് ആ വക്കീല് ചെയ്യുന്നത്. ബാക്കി 3 ലക്ഷം രൂപ വക്കീല് തന്നെ എടുക്കുന്നുണ്ട്. പക്ഷെ വക്കീലിനോട് ചന്ദ്ര പറയുന്നുണ്ട്, ഒരു കാരണവശാലും ഞാൻ പൈസ വാങ്ങിയിട്ടാണ് ഈ കേസ് പിൻവലിച്ചത് എന്ന് എൻ്റെ വീട്ടുകാർ ആരും അറിയാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ്. എല്ലാവരും വിചാരിക്കുന്നത് ചന്ദ്രയുടെ മനസ്സ് മാറി ഇതിന് ശേഷമാണ് ഈ കേസ് പിൻവലിക്കുന്നത് എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ചന്ദ്രയുടെ അരികിലേക്കായിട്ട് എല്ലാവരും വിളിക്കാനൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ആദ്യം തന്നെ രവീന്ദ്രൻ വിളിക്കാൻ വരുമ്പോൾ വരില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിയും വിളിക്കാൻ ചെല്ലുകയാണ്. അപ്പോഴും ചന്ദ്ര വരില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം സച്ചിയും രേവതിയുടെ കുടുംബം, അമ്മയും ആങ്ങളെയും അനിയത്തിയും കൂടി അവിടേക്ക് ചെല്ലുകയാണ്, ഭാമയുടെ വീട്ടിലേക്ക് ചന്ദ്രയെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരോട് എല്ലാത്തിനും നന്ദി പറയുന്നുണ്ട്, ഈ കേസ് പിൻവലിപ്പിച്ചതിനും അതുപോലെ തന്നെ ചെയ്തതിനൊക്കെ തെറ്റ് പറഞ്ഞുകൊണ്ട് മാപ്പ് പറയുകയാണ് ശരത്ത് ചന്ദ്രയോട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം സച്ചി പറയുന്നുണ്ട്, എന്തായാലും നീ മാപ്പൊക്കെ പറഞ്ഞില്ലേ, ഇനി നിങ്ങൾ എന്തായാലും പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്നും പറഞ്ഞേക്കണം. അതിനുശേഷം സച്ചി പറയുന്നുണ്ട് ചന്ദ്രയോടായിട്ട്, അതെ അപ്പം വക്കീലിന് ഈ ഒരു കാര്യത്തിന് വേണ്ടി 5 ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് ചിലവായത്. അപ്പോൾ അവർ ഞെട്ടിപ്പോവുകയാണ്. 5 ലക്ഷമോ എന്ന് ചോദിക്കുന്നുണ്ട് ഭാമ. അപ്പോൾ ആ സമയത്ത് അതേ, വക്കീൽ ഞങ്ങളോട് 5 ലക്ഷം ആവശ്യപ്പെട്ടു, ഈ കേസ് ഇങ്ങനെയൊക്കെ ആക്കി തരണമെങ്കിൽ എന്ന് പറയുമ്പോഴും ചന്ദ്രൻ ഞെട്ടിപ്പോവുകയാണ്. അത് ശരി, അയാൾ 5 ലക്ഷം വാങ്ങിയിട്ടാണ് എനിക്ക് 2 ലക്ഷം തന്നത്, ഒരു 4 ലക്ഷമെങ്കിലും ചോദിക്കേണ്ടതായിരുന്നു എന്നങ്ങനെ ചന്ദ്ര മനസ്സിൽ കരുതുകയാണ്. അങ്ങനെ അതിനുശേഷം സച്ചി പറയുന്നുണ്ട്, അതെ അച്ഛൻ എന്തായാലും അമ്മയില്ലാത്തത് കൊണ്ട് ഇനിയിപ്പോൾ അവിടെ നിൽക്കാനൊന്നും തയ്യാറല്ല എന്നും പറഞ്ഞിട്ട് അച്ഛമ്മയുടെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാനൊക്കെ പറഞ്ഞൊരു വിധത്തിലാണ് അവിടെ പറഞ്ഞ് പിടിച്ചു നിർത്തിയിട്ടുള്ളത്. അങ്ങനെ ഇപ്പം അച്ഛൻ ആഗ്രഹിച്ചത് ഇപ്പോൾ തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ബാമാൻറ്റി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് സച്ചി. അപ്പോൾ ആ സമയത്ത് ചന്ദ്രൻ ഞെട്ടിപ്പോവുകയാണ്. അയ്യോ, എന്നെ ഉപേക്ഷിച്ച് പോകുമോ അദ്ദേഹം നാട്ടിലേക്ക്, അമ്മയുടെ അരികിലേക്ക് എന്നിങ്ങനെ പേടിച്ചു പോകുന്നുണ്ട്. അതിന് ശേഷം സച്ചി പറയുകയാണ്, അതെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതുപോലെ പിണങ്ങി നിന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് പ്രാവശ്യം വന്ന് വിളിച്ചായിരുന്നു, പക്ഷേ ഇതുപോലെ വന്നില്ല. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ആ ഭാര്യയെ അങ്ങ് ഡിവോഴ്സ് ചെയ്യുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ചന്ദ്രൻ ഞെട്ടിപ്പോവുകയാണ്. എന്തായാലും അച്ഛനിപ്പോൾ ഇനി അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുമെന്നൊക്കെ ആർക്കറിയാം, രേവതി നമുക്ക് പോകാമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും പുറത്തിറങ്ങുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് രേവതി ഞെട്ടിപ്പോകുന്നുണ്ട്. രേവതി പുറത്തിറങ്ങിയതിന് ശേഷം സച്ചിയോട് ചോദിക്കുക, എന്തൊക്കെയാ സച്ചിയായിട്ട് അവിടെ ചെന്ന് പറഞ്ഞത്, ആര് നാട്ടിലോട്ട് പോകുന്ന കാര്യമായി പറഞ്ഞത്, അച്ഛൻ അവിടേക്കൊന്നും പോകുന്നില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ ആ സമയത്ത്, എടി നീ നോക്കിക്കോ, കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അമ്മ നമ്മുടെ വീട്ടിലോട്ട് എത്തും, അതിനുള്ള മാർഗമാണ് ഞാൻ ഇപ്പോൾ ചെയ്തിട്ട് പോന്നിട്ടുള്ളത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോരുന്നുണ്ട്. പക്ഷേ ചന്ദ്രയാണെങ്കിൽ ഭാമയോട് ചോദിക്കുന്നുണ്ട്, ഭാമേ അവൻ പറഞ്ഞതൊക്കെ കേട്ടില്ലേ, അങ്ങനെ വല്ലതും ഉണ്ടാവോ, അതെ ഞാൻ ഇനി ഇവിടെ നിൽക്കണില്ല എന്നും പറഞ്ഞിട്ട് വേഗം തന്നെ ബാഗും എടുത്തിട്ട് ഓടിപ്പാഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഭാമ ചോദിക്കുന്നുണ്ട്, ഇത് എന്ത് ഇത്ര സ്പീഡിൽ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സ്വയം. അതിനുശേഷം നമ്മുടെ ചന്ദ്ര സച്ചിയുടെയൊക്കെ അവരുടെ ആ വീട്ടിലേക്ക് വന്ന് കയറുകയാണ്. അപ്പോൾ വരുമ്പോൾ തന്നെ ഇപ്പം അവിടെ നിൽക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആരോടാടാ നീ കയറാൻ സമ്മതിക്കാതെ നിൽക്കാൻ പറയുന്നതെന്നും ചോദിച്ചിട്ട് നമ്മുടെ രവീന്ദ്രൻ അവിടേക്ക് വരുന്നുണ്ട്. അപ്പം ചന്ദ്രയെ കാണുന്നുണ്ട്. ചന്ദ്ര ചവിട്ടുപടിക്കൽ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ വാ അമ്മേ എന്നും പറഞ്ഞിട്ട് ശ്രുതി അങ്ങനെ വിളിച്ചകത്തേക്ക് കയറ്റാൻ നിൽക്കുമ്പോൾ, നിന്നോടല്ല പറഞ്ഞത് കൊണ്ടുവരണ്ടെന്ന്, അവിടെ നിൽക്കാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതിയോട് ആര്യതി എടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ രേവതി മാത്രമല്ല അതുപോലെ ശ്രുതിയും നമ്മുടെ വർഷയും കൂടി തന്നെയാണ് അവരെ അങ്ങനെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുന്നത്. അതിനുശേഷം അകത്തേക്ക് ക്ഷണിക്കുകയാണ് നമ്മുടെ ചന്ദ്രയെ. അങ്ങനെ അകത്തേക്ക് വന്നതിന് ശേഷം അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നീ ഇത്രയും വിളിച്ചിട്ട് ആരും വിളിച്ചിട്ടും വന്നില്ലല്ലോ, ഇപ്പം എന്താ തോന്നിയ വരാനായിട്ട്, അതെന്താ എനിക്ക് എൻ്റെ വീട്ടിലോട്ട് വരാൻ പാടില്ല, പിന്നെ ഇവളുടെ കുടുംബസമേതം എൻ്റെ അരികിൽ വന്ന് കണ്ണീരും എന്നോട് മാപ്പൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിച്ചോ എന്ന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അതെ, അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറയുകയാണ്. എന്തായാലും നീ വന്നത് എന്തായാലും നന്നായി, നീ അവിടെ ചെന്ന് നിന്ന് ഒരുപാട് ക്ഷീണിച്ച ഒരു അവസ്ഥയാണ് നിനക്കിപ്പോൾ ഉള്ളത്. എന്തായാലും നീ അത് ഇപ്പോൾ ഇവിടെ വന്ന് രേവതിയുടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് രേവതിയെ തന്നെ അങ്ങ് കുറ്റപ്പെടുത്തണ്ടേ നിനക്ക്, നീ അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്.
അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ശ്രുതിക്ക് വളരെ വലിയ സംശയം, എന്തുകൊണ്ടാണ് അമ്മ ആ ഒരു കേസ് പിൻവലിച്ചത്, അമ്മ എന്തുകൊണ്ടാണ് ഞങ്ങളൊക്കെ പോയി വിളിച്ചിട്ടും വരാതിരുന്ന അമ്മ ഇവിടേക്ക് വന്നത്, എന്താണ് അതിനുള്ള കാരണം എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ ശ്രുതി. എന്തായാലും ശ്രുതി നമ്മുടെ ഭാമയെ കൊണ്ടുവച്ച പൈസ, ആ 2 ലക്ഷം രൂപയുണ്ടല്ലോ, അതെന്തായാലും നമ്മുടെ ശ്രുതി കട്ടെടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീടുള്ള അടുത്ത റിവ്യൂവിൽ പറയാട്ടോ. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.